ഹലോ, ഗുഡ് ഈവനിങ്. കലാശക്കൂട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം മുറുകയാണ്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റാണ്. ആ ടൈറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫലം എന്താകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം അതിശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ ഒരു യാത്ര തുടങ്ങുകയാണ് ഇന്നു മുതൽ. ആദ്യത്തെ മണ്ഡലമായി നാം തിരഞ്ഞെടുക്കുന്നത് പാലക്കാടാണ്. ഇടത് കോട്ട ആയിരുന്നു ഒരു കാലത്ത്. അതൊക്കെ തിരിച്ചു പിടിച്ച് കാര്യങ്ങൾ കുറേയായി. എങ്ങനെ വികസനം നടത്തണം എന്നുള്ള കാണിച്ചു കൊടുത്ത ഒരു എം പിയാണ് വി കെ ശ്രീകണ്ഠൻ. ആക്റ്റീവായി നടന്ന ഒരു എം പിയാണ് വി കെ ശ്രീകണ്ഠൻ. ഒരു ഇടത് കോട്ടയ്ക്കും ശ്രീകണ്ഠനെ തോൽപ്പിക്കാൻ കഴിയില്ല. UDF സ്ഥാനാർത്ഥി പറയുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. അങ്ങേരുടെ കാലയളവിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഈ മണ്ഡലത്തിലുള്ളത്. വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയരാഘവൻ ജയിക്കുന്നുള്ളതാണ്. ത്രികോണ മത്സരം ഉണ്ടോ അവിടെ? ത്രികോണ മത്സരം എന്നുള്ള സാധ്യത ഇല്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം 2 വർഷം പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ പോയ വ്യക്തിയാണ്. അദ്ദേഹം പാലക്കാട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ത്രികോണ മത്സരമൊക്കെ ഉണ്ടോ പാലക്കാട്? ത്രികോണത്തിലേക്കൊന്നും ഒരിക്കലും പോവില്ല. വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ശ്രീകണ്ഠൻ പാലക്കാട് ലോക്സഭയിൽ നിന്ന് ജയിക്കും എന്ന് ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ആര് ജയിക്കുന്നതിനെക്കാട്ടിലും BJP വരാൻ പാടില്ല എന്നുള്ളതാണ് ഈ ജനങ്ങളുടെ അഭിപ്രായം. ഇതാണ് പാലക്കാട്ടെ ചില വോട്ടർമാരുടെ പ്രതികരണങ്ങൾ. പക്ഷേ ഇത് മൊത്തം ആ മണ്ഡലത്തിന്റെ മുഴുവൻ ഒരു ഒപ്പീനിയനായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഡിവൈഡഡ് ആണ്. വോട്ടർമാർ അഭിപ്രായ ഭിന്നരാണ് സ്ഥാനാർത്ഥികളെ കുറിച്ച്. മലബാർ റീജിയണൽ ചീഫ് മുഹമ്മദ് അസ്ലം ഉണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം. അസ്ലം, പാലക്കാട്ട് ഒരു ടൈറ്റ് മത്സരമാണ് എന്ന പ്രതീതി അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്താണെന്ന് ഇനിയും ഉരുത്തിരിഞ്ഞിട്ടില്ല. കാരണം വികസന പ്രശ്നങ്ങൾ കുറേ പേർ പറയുന്നു, കുറേ പേർ ദേശീയ രാഷ്ട്രീയം പറയുന്നു. അപ്പോൾ ഇരു മുന്നണികളും പരസ്പരം വാദപ്രതിവാദം നടത്തുമ്പോൾ ഇങ്ങനൊരു ക്ലോസ് ആയിട്ടുള്ള ഫൈറ്റിലേക്ക് പാലക്കാട് പോകാനുള്ള കാരണം എന്താ? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, മണ്ഡലത്തിന്റെ സ്വഭാവമാണ്. സാധാരണഗതിയിൽ എല്ലാ തവണയും LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പല ഘട്ടങ്ങളിലും, വളരെ നിർണായക ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് 2 സീറ്റും 4 സീറ്റൊക്കെ LDFുള്ള സമയത്ത് പോലും പാലക്കാട് തുടക്കുന്ന മണ്ഡലമാണ്. അതിലും പാലക്കാട് മണ്ണാർക്കാട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 5 മണ്ഡലങ്ങളും LDFന്റെ കോട്ട എന്ന നിലയിൽ നല്ല വോട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകൾ സ്വാംശീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ആകർഷിക്കുന്നതിൽ LDF സ്ഥാനാർത്ഥിക്ക് ഒരു തരത്തിലും ഒരു പ്രശ്നമില്ലാത്തൊരു മണ്ഡലമായി ഒരു മനസ്സിലാക്കുക. അതാണ് മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം, ഒരു പ്രശ്നം. അതേസമയം ഇത്തവണ പുതിയതായിട്ട് UDFന്റെ MPയെ മാറിയ വി കെ ശ്രീകണ്ഠന്റെ ഒരു ജനകീയതയാണ് ശരിക്കും LDFന് ഒരു കുറച്ചുകൂടി ഒരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യം. ബാക്കി ഒരുപക്ഷെ ദേശീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമെങ്കിൽ പോലും ഈ വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് ഏറെ നാളിന് ശേഷം LDFിൽ നിന്ന് മാറി UDFിൽ കിട്ടിയ ഒരു MP കിട്ടുന്ന ഒരു സാഹചര്യം. അതിൽ അദ്ദേഹം കുറച്ചുകൂടി ജനകീയമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു, പക്ഷേ പാർലമെന്റിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ പോലും അദ്ദേഹം നാട്ടിൽ ഒരു വളരെ സജീവമായ ഒരു MP എന്നതിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ജനപ്രീതിയും അതേസമയം തന്നെ LDFന്റെ ഒരു സ്വാധീനവും ഇതും തമ്മിലൊരു ഫൈറ്റായി മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അടിത്തട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വികാരം പ്രതിഫലിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് കർഷകരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കർഷക പ്രശ്നങ്ങളും നെല്ലേറ്റെടുക്കാത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വികസന പ്രശ്നങ്ങളൊക്കെ തന്നെയും ചർച്ചയാവുന്നുണ്ട്. വിജയരാഘവൻ എന്ന LDF സ്ഥാനാർത്ഥി ഒരു വശത്ത് CPMന്റെ ഒരു മുതിർന്ന നേതാവ് PB പോൾ ബ്യൂറോ അംഗം എന്നുള്ള ഒരു ഗരിമ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം നേരത്തെ നടത്തിയ പല പ്രസ്താവനകൾ, ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളാണെങ്കിലും സ്ത്രീ വിരുദ്ധ പ്രസ്താവനകളാണെങ്കിലും ഉണ്ടാക്കിയ ഒരു ജനപ്രീതി ഇല്ലായ്മ അല്ലെങ്കിൽ ജനപ്രീതിയിലുണ്ടാകുന്ന കുറവ്, ഇതൊക്കെ ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് ശരിക്കും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും LDFന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം, അതേസമയം ചില ഘടകങ്ങൾ UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തമ്മിലൊരു ഫൈറ്റാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരുപക്ഷെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന MP എന്നതിലുള്ള പ്രവർത്തനമാണ്. പരസ്പരം വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. കാരണം MP രാജേഷ് ഉൾപ്പെടെയുള്ള MPമാർ LDF നടത്തിയ MLA പ്രവർത്തനത്തിന്റെ വെല്ലുവിളിക്കുന്നത്, അതിനേക്കാൾ പ്രവർത്തനം താൻ നടത്തിയിട്ടുള്ള ഒരു വെല്ലുവിളി പരസ്യമായി വി കെ ശ്രീകണ്ഠൻ ഒരുപക്ഷെ നടത്തുന്നു. ആ വെല്ലുവിളി
വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് LDF MLA-മാരുടെ MP-മാരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്ക് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വോട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഘട്ടത്തിൽ ഓരോ വോട്ടെടുപ്പ് പാർലമെന്റിലെ അവരുടെ അറ്റൻഡൻസ്, അവർ കൊണ്ടുവന്ന ബില്ലുകൾ, അതുമാത്രമല്ല അവർ ഇവിടെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരുപക്ഷെ വളരെ പോസിറ്റീവായ ക്രിയേറ്റീവായ ഒരു തർക്കം നടക്കുന്നൊരു മണ്ഡലം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പാലക്കാട് പറയാം. അതിലെ MP-മാരുടെ പ്രവർത്തനത്തെ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച സജീവമായി നടക്കുന്ന മണ്ഡലം എന്നുകൂടി. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം നൽകിയത്. എന്തായാലും പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളോട് ഞങ്ങളുടെ റിപ്പോർട്ടർ ചില പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആദ്യം ആ ചോദ്യങ്ങൾ കേൾക്കാം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രിയാവാൻ പോകുന്നുവെന്നും കേരളത്തിൽ പ്രഥമമായി ഒരു പ്രധാനമന്ത്രി കിട്ടും എന്നും അതിലൂടെ വികസനം കുതിച്ചു കയറുമെന്നൊക്കെ പ്രചരിപ്പിക്കുകയും ആളുകളത് വിശ്വസിക്കുകയും ചെയ്തു. അന്തരീക്ഷ വ്യത്യാസമുണ്ട്. അന്നത്തെ സ്ഥിതിയല്ല ഇന്ന് എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു തുടർഭരണത്തിന്റെ അന്തരീക്ഷം കൂടി. 3 വർഷം മുന്നിട്ടു നിയമസഭയിലേക്ക് വിജയിപ്പിച്ച ആളുകൾ തന്നെ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി മുൻപന്തി നിൽക്കുകയാണ്. അപ്പൊ അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ ട്രെൻഡല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായ വലിയ വികാരം സാധാരണക്കാരെ ദ്രോഹിച്ചതിന് പകരമായിട്ടുണ്ട്. ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഇവിടെ പാലക്കാട്ട് ഇടതുപക്ഷ MP-മാർ ചെയ്ത മികച്ച ഇടപെടലുകളാണ്. പാർലമെന്റിനകത്ത് അവർ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ MP-മാർ നല്ല മികച്ച പാർലമെന്റ് പ്രവർത്തനം നടത്തിയവരാണ്. അതനുസരിച്ച് ജനം വളരെ കൃത്യമായിട്ട് വിധിയെടുത്തു. 23 വർഷം MP-മാരുണ്ടായിരുന്നു പാലക്കാട്. അവരെങ്ങനെയാണ് പ്രവർത്തിച്ചത്? നിഷ്പക്ഷമായിട്ടാണോ അതോ കടുത്ത രാഷ്ട്രീയവാദികളായിട്ടാണോ? ഈ 5 വർഷം ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? നിഷ്പക്ഷമായിട്ടാണോ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണോ? ജനങ്ങളോട് അഭിപ്രായം ചോദിച്ച അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച ഒരു MP വേണോ വേണ്ടേ എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ചോദ്യം. ദേശീയ വിഷയങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് UDF-നില്ല. ഇപ്പോൾ CAA പോലെയുള്ള പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന വിഷയത്തിൽ, ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയ വിഷയത്തിൽ വ്യക്തതയുള്ള നിലപാട് കോൺഗ്രസിനില്ല. ഒരു മൃദു ഹിന്ദുത്വ സ്വഭാവം എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ അവർ സ്വാഭാവികമായിട്ടും ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ ചേരിയെ രൂപപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അത്ര തന്നെ സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ടവർ, മരുന്ന് മേടിക്കാൻ പാകില്ലാത്തവർ, 7 വർഷമായിട്ട് ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചവർ, അങ്ങനെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന കാര്യമുണ്ട്. ഇതിലെല്ലാം സംസ്ഥാന സർക്കാരിന് മുഖ്യമായ പങ്കുണ്ട്. ഒരിക്കലുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നിയോജകമണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള വോട്ട് നല്ല പ്രവർത്തനത്തിലൂടെ സമാഹരിക്കാൻ കഴിയും. അവരുടെ നല്ല ആ പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നിയോജകമണ്ഡലമാണ് പാലക്കാട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ നിലയിൽ തന്നെയുള്ള ഒരു വിജയം നമുക്ക് കിട്ടും എന്നാണ്. ഇത്തവണ ഒരു കാര്യം പറയാം. കഴിഞ്ഞ 5 വർഷം മുമ്പ് മോദി വന്ന് പറഞ്ഞു എല്ലാവർക്കും 15 ലക്ഷം വെച്ച് അക്കൗണ്ടിലിട്ട് തരാം, 50 രൂപയ്ക്ക് പെട്രോൾ തരാം, ചെറുപ്പക്കാരെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് 2 കോടി തൊഴിലവസരം തരാം. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയതാണ്. പക്ഷെ അന്ന് 5 വർഷം അതൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ വോട്ട് ചെയ്തു. ഭാഗ്യവശാൽ ഇത്തവണ മോദി വന്നിട്ട് ആരോടും ഒന്നും പ്രസംഗിച്ചിട്ടില്ല, കൈ കാണിച്ചു പോകുക ചെയ്തു. കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാത്തതുകൊണ്ട് BJP-യുടെ വോട്ട് കുറയും. എന്തായാലും വലിയ പലതരത്തിലുള്ള വിഷയങ്ങൾ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. PT നാസർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ, നമ്മളോടൊപ്പം ശരിയാണ്. നാസർ, കഴിഞ്ഞ തവണ 2019 VK ശ്രീകണ്ഠൻ ജയിക്കുമോ എന്ന ക്വസ്റ്റിന് കോൺഗ്രസുകാർക്ക് പോലും ഉത്തരവുണ്ടായിരുന്നില്ല. പക്ഷെ VK ശ്രീകണ്ഠന് കൃത്യതയുണ്ടായിരുന്നു താൻ ജയിക്കുമെന്ന്. അദ്ദേഹത്തിന് ജനപ്രീതി നിലനിർത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. പൊതുവെ നമ്മുടെ റിപ്പോർട്ടറും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ ജനപ്രീതിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിൽപ്പന മൂല്യമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം എന്ന് പറയുന്നു. മറ്റൊരു വിഷയവും അവിടെ സ്വാധീനിക്കില്ലേ? എന്തുകൊണ്ടാണ് പാലക്കാട്ട് ഒരു ക്ലോസ് ഫൈറ്റ് ഉണ്ടാവുന്നത്? ഇത് തന്നെയാണ് ഈ പാലക്കാട് ഒരു ടൈറ്റ് ഫൈറ്റിനുണ്ടായ കാരണം തന്നെ. ഇപ്പം ഏറ്റവും അവസാന ഘട്ടത്തിൽ കാണുന്നത് LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ പോപ്പുലാരിറ്റി തമ്മിലുള്ള മത്സരം മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് മിനിമം BJP എങ്കിലും പറഞ്ഞിരുന്നു. കാരണം BJP അവർക്ക് കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ഇതിന് 5 വർഷം മുമ്പ് തന്നെ പെടുത്തുകയും 5 വർഷക്കാലം ഇതേ സ്ഥാനാർത്ഥിയെ 5 വർഷം മുമ്പ് തന്നെ തീരുമാനിച്ച് 5 വർഷക്കാലം സ്ഥാനാർത്ഥി അവിടെ നിന്ന് വർക്ക് ചെയ്ത് ഒരു ഗംഭീരമായ ഫൈറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ തുടങ്ങുകയും ചെയ്തു.
ഈ BJP-യുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫൈറ്റിലേക്ക് എത്തിയപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയും പിന്നോട്ട് പോകുന്നതാണ് കണ്ടത്. BJP സ്ഥാനാർത്ഥി ഇപ്പോൾ ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ലാതെ ആയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് മണ്ഡലം, അതേപോലെ തന്നെ മലമ്പുഴ, ഈ രണ്ട് സ്ഥലത്തു നിന്നല്ലാതെ വേറെ എവിടുന്നും BJP-ക്ക് വോട്ട് വരാൻ പോലും ഇല്ല എന്നുള്ള ഒരു പ്രശ്നം വേറെ ഉണ്ട്. തന്നെയുമല്ല, പാലക്കാട് നഗരസഭയ്ക്കകത്ത് നഗരസഭ ഭരണം തുടർഭരണം BJP-ക്ക് ഉള്ളതാണ്. പാലക്കാട് നഗരസഭയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ കാരണം BJP തന്നെ അവർ ഡിവൈഡഡ് ആണ്. BJP-യിലെ ചെറുപ്പക്കാരായ കേഡർമാരൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ അവിടെയുണ്ട്. അതൊക്കെ പോട്ടെ, ഇത് കാരണം തന്നെ BJP പുറകോട്ട് പോയി. പിന്നെ ഉള്ളതിൽ ഈ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ UDF-ന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിംഗ് MP ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞത് ഒരു പഞ്ചായത്ത് മെമ്പർ അവൈലബിൾ ആയതുപോലെ ആ പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകൾക്ക് അവൈലബിൾ ആയ ഒരു സ്ഥാനാർത്ഥിയാണ്, അത് MP-യുമാണ്. അതേസമയത്ത് വിജയരാഘവനാണെങ്കിൽ അദ്ദേഹം അഖിലേന്ത്യാ നേതാവ്, അറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കണമെന്നുള്ള അത്യാവശ്യം പാർട്ടിക്കുണ്ട്. അതിനുവേണ്ടി പാർട്ടി CPIM എന്ന പാർട്ടി അങ്ങേയറ്റം ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ അഖിലേന്ത്യാ നേതാവ് ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു. ഈ ശ്രീകണ്ഠനെ കിട്ടുന്നത് പോലെ മണ്ഡലത്തിൽ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉള്ളതുകൊണ്ട് ഇവർ തമ്മിലുള്ള പോപ്പുലാരിറ്റി തമ്മിലാണ് ഇപ്പോൾ മത്സരം. അതുകൊണ്ട് തന്നെയാണ് അവിടെ മത്സരം ഇത്ര കടുത്തത്. പിന്നെ ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നത് എന്നുള്ളതും പാലക്കാടിനെ സംബന്ധിച്ച് ഒരു രണ്ടാമത്തെ ഘടകമായി മാത്രമേ വരികയുള്ളൂ. ഇപ്പോൾ നടക്കുന്ന മത്സരം ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പോപ്പുലാരിറ്റി തമ്മിലുള്ള മത്സരമാണ്. ശരി, PT നാസറാണ് ഈ വിലയിരുത്തൽ നൽകിയത്.